ആലപ്പുഴ പുന്നപ്രയിൽ വീട് ജപ്തി ചെയ്തതിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കി. പുന്നപ്ര പറവൂർ സ്വദേശി പ്രഭുലാലാണ് മരിച്ചത്. വീടിനോട് ചേർന്ന് ഷെഡിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മാർച്ച് 24-നായിരുന്നു പ്രഭുലാലിന്റെ വീട് ബാങ്ക് ജപ്തി ചെയ്തത്. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ദേവൻ MP ആണ് നമുക്കൊപ്പം ചേരുന്നത്. ദേവൻ, ദുഃഖകരമായ ഒരു വാർത്തയാണ്. ഏത് ബാങ്കാണ് ഈ വീട് ജപ്തി ചെയ്തത്? എത്രത്തോളം വായ്പാ തിരിച്ചടവ് ഉണ്ടായിരുന്നു? എപ്പോഴാണ് ഈ പ്രഭുലാലിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്? ബിനിൽ, കഴിഞ്ഞ ദിവസം വൈകിട്ട് 6 മണിയോട് കൂടിയായിരുന്നു ഈ പ്രഭുലാലിനെ മരിച്ച നിലയിൽ വീട്ടിന് സമീപത്ത് തന്നെയുള്ള ഷെഡിൽ നിന്നും കണ്ടെത്തിയത്. ഈ ബാങ്ക് കഴിഞ്ഞ 24-ാം തീയതിയാണ് ഈ വീട് ജപ്തി ചെയ്യുന്നത്. ഈ ജപ്തി നടപടിക്ക് ശേഷം പ്രഭുലാൽ വീടിനോട് ചേർന്നുള്ള ഷെഡിൽ തന്നെയായിരുന്നു കഴിഞ്ഞിരുന്നത്. പുന്നപ്ര സഹകരണ ബാങ്കിൽ നിന്നും, ഇപ്പോൾ കേരള ബാങ്ക് മാറിയിട്ടുള്ള പുന്നപ്ര സഹകരണ ബാങ്കിൽ നിന്നുമാണ് 2018-ൽ 3 ലക്ഷം രൂപയാണ് വായ്പ എടുക്കുന്നത്. അത് പിന്നീട് തിരിച്ചടവ് മുടങ്ങിയതോടുകൂടി തന്നെ ഇപ്പോൾ ബാധ്യത ഏകദേശം 6 ലക്ഷത്തോളമായി എന്നാണ് ബാങ്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. ഈ ആദ്യഘട്ടത്തിൽ ഈ തിരിച്ചടവ് കൃത്യമായി നടക്കുന്നുണ്ടായിരുന്നു. ഗഡുക്കളെല്ലാം തന്നെ കൃത്യമായി നടന്നു പോകുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഈ കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ പ്രഭുലാൽ ഈ ഒരു ദിവസം ജോലിക്കിടയിൽ വെച്ച് ഈ കെട്ടിട നിർമ്മാണ ജോലിക്കിടയിൽ വെച്ച് വീഴുകയും നട്ടിൽ ക്ഷതം ഏൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ ചികിത്സയൊക്കെയായി കഴിഞ്ഞു പോകവെയാണ് ഈ തിരിച്ചടവ് മുടങ്ങിയത്. അതിനുശേഷമാണ് ഈ ബാങ്കിന്റെ ഈ കുടിശ്ശിക വർദ്ധിക്കുകയും ഒക്കെ ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം ഈ ജപ്തി നടപടിയുടെ അടുത്ത സമയത്ത് ബാങ്ക് അധികൃതരുമായി ഈ വീട്ടുകാരും ഒപ്പം തന്നെ പ്രദേശത്തുള്ള മറ്റ് ജനപ്രതിനിധികളുമെല്ലാം തന്നെ ഈ തിരിച്ചടവ് സംബന്ധിച്ച് ഒരു സാവകാശം ആവശ്യപ്പെടുകയെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ മാർച്ച് 30-ാം തീയതിക്കകം ഈ കുടിശ്ശിക മുഴുവൻ പൂർണ്ണമായും അടയ്ക്കാൻ ബാങ്ക് അധികൃതർ നിർദ്ദേശം നൽകുകയുമായിരുന്നു. അങ്ങനെ 30-ാം തീയതിയായിരുന്നു അവസാന തീയതിയായി ഈ വീട്ടുകാർക്ക് മുന്നിൽ നൽകിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ 30-ാം തീയതി നൽകിയിട്ടും 24-ാം തീയതിയോടുകൂടി തന്നെ ഈ ബാങ്ക് അധികൃതർ ഈ വീട്ടിലെത്തുകയും ജപ്തി നടപടികളിലേക്ക് കടക്കുകയുമായിരുന്നു. ആ സമയത്ത് ഈ പ്രഭുലാലിന്റെ പിതാവ് വീട്ടിലുണ്ടായിരുന്നില്ല. മാതാവ് തൊഴിലുറപ്പ് തൊഴിലാളിയായിരുന്നു. അവരും പുറത്തായിരുന്നു. ഈ പ്രഭുലാലും പുറത്തു തന്നെയായിരുന്നു. മാതാവിന് ഈ സമീപത്തുള്ള ആളുകൾ വിവരമറിയിച്ചതോടുകൂടി തന്നെ വീട്ടിലേക്ക് എത്തിയിരുന്നു. എന്നാൽ തന്നെയും ഈ പ്രായമായ ഇരുവർക്കും ഈ മൊബൈൽ ഫോണും മറ്റ് സംവിധാനങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വിവരം പെട്ടെന്ന് മകനിലേക്ക് അറിയിക്കാനും പറ്റിയിരുന്നില്ല. ഈ ബാങ്ക് അധികൃതർ വീട്ടിലെത്തുകയും സാധനങ്ങളൊന്നും പുറത്തേക്ക് എടുത്ത് മാറ്റാൻ അനുവദിക്കാതെ, അതായത് ഈ ഭക്ഷണം ഉണ്ടാക്കിയതടക്കം, അന്ന് ഉച്ചക്കത്തേക്ക് ഉണ്ടാക്കിയ ഭക്ഷണം അടക്കം വീട്ടിനകത്ത് വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ബാങ്ക് അധികൃതർ ഈ ജപ്തി നടപടി പൂർത്തിയാക്കിയത്. അതിനുശേഷം ഈ പ്രഭുലാലിന്റെ പിതാവായിട്ടുള്ള അനിലനും മാതാവ് ഉഷയും സഹോദരി, ഇവരുടെ മക്കളായിട്ടുള്ള പ്രഭുലാലിന്റെ സഹോദരിയുടെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. എന്നാൽ പ്രഭുലാൽ ഈ ഒരു സംഭവത്തിന് ശേഷം വീടിന് തൊട്ട് സമീപത്തായി തന്നെ ഉണ്ടായിരുന്ന പഴയ ഒരു ഷെഡ് ഉണ്ടായിരുന്നു. അവിടെ തന്നെയായിരുന്നു തങ്ങിയിരുന്നത്. ഈ ബാങ്കിന്റെ ജപ്തി നടപടിയിൽ പ്രഭുലാലിന് കടുത്ത മാനസിക വിഷമം ഉണ്ടാക്കിയിരുന്നതായി പിതാവ് അനിലൻ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനുശേഷം ഈ തിരിച്ചടവ് ഈ ഒരു 30-ാം തീയതിക്കകം എങ്ങനെയെങ്കിലും തിരിച്ചടയ്ക്കാം എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു ഈ വീട്ടുകാരും ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് 24-ാം തീയതി ഈ ബാങ്ക് അധികൃതർ എത്തുകയും ജപ്തിയിലേക്ക് കടക്കുകയും ചെയ്തത്. അതിനുശേഷം കടുത്ത മനോവിഷമത്തിലായിരുന്നു മകനെന്ന് പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസം ഈ ഉച്ചയോടുകൂടി സമീപത്ത് തന്നെയുള്ള മറ്റൊരു വാടക വീട്ടിലേക്ക് ഇവർ താമസം മാറാനായി തീരുമാനമെടുത്തിരുന്നു. അങ്ങനെ സാധനങ്ങളെല്ലാം മാറ്റി ആ വീട്ടിലേക്ക് എത്തിച്ച് അതിനുശേഷം ഇന്ന് പുതിയ വീട്ടിലേക്ക്, ഒരു വാടക വീട്ടിലേക്ക് താമസം മാറാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു ഈ വീട്ടുകാരും ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ അച്ഛനും അമ്മയും ഈ വാടക വീട്ടിലേക്ക് സാധനങ്ങളെല്ലാം മാറ്റുന്നതിനിടെ ഈ മകൻ പ്രഭുലാൽ ഈ വീട്ടിൽ തന്നെ, പഴയ ജപ്തി ചെയ്ത വീടിനോട് ചേർന്നുള്ള ഷെഡിൽ തന്നെയായിരുന്നു തങ്ങിയിരുന്നത്. ഉച്ചയ്ക്ക് ശേഷം വന്ന് കിടന്ന് ഉറങ്ങിയ മകൻ വൈകിട്ട് 6 മണിയോടുകൂടി തന്നെ ഇവർ വിളിക്കാനായി വന്നപ്പോഴത്തേക്കും മരിച്ച നിലയിൽ കിടക്കുന്നതാണ് കണ്ടത്. ഇപ്പോഴും ഈ പ്രഭുലാലിന്റെ മൃതദേഹം വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിനായി എത്തിച്ചിരിക്കുകയാണ്. മരണകാരണം ഇപ്പോഴും വ്യക്തമായിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഈ മരണകാരണം വ്യക്തമാവുകയുള്ളൂ. എങ്കിൽ കൂടിയും ഈ ജപ്തി നടപടിയിൽ ഉണ്ടാക്കിയ മനോവിഷമം തന്നെയാണ് മകന്റെ മരണകാരണം എന്ന് തന്നെയാണ് ദേവൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 3 ലക്ഷം രൂപ മാത്രമാണ് പ്രഭുലാൽ ബാങ്കിന് നൽകേണ്ടിയിരുന്നത്. 3 ലക്ഷം രൂപയുടെ പേരിലാണ് ഇപ്പോൾ ഒരു ജീവൻ നഷ്ടമായി എന്ന വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുതെന്ന് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് സർക്കാരിന്റെ ഉടമസ്ഥതയിൽ തന്നെയുള്ള കേരള ബാങ്കിന്റെ നടപടി ഉണ്ടാകുന്നത്. അത് 30-ാം തീയതി വരെ സമയമുണ്ടായിട്ടും 24-ാം തീയതി ജപ്തി നടപടി ഉണ്ടായി എന്നുള്ളതാണ് ദേവൻ റിപ്പോർട്ട് ചെയ്യുന്നത് ആലപ്പുഴയിൽ നിന്ന്.